നമ്മുടെ മുൻപിൽ ഭഗവാൻ വന്ന് നിന്നാലും നമുക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല, അല്ലേ? ചിലപ്പോൾ എന്നല്ല, നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ കാരണം ഭഗവാൻ വിചാരിച്ചാൽ മാത്രമേ ഭഗവാനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ കൗരവ രാജധാനിയിൽ ദൂതിനായിട്ട് ഭഗവാൻ പോയ സമയത്ത്, അല്ലേ, വളരെ വിരലിൽ എണ്ണാവുന്ന 1-2 പേർക്കാണ് ഭഗവാനാണ് എന്നത് മനസ്സിലായത്. മറ്റുള്ളവർക്ക് ആർക്കും ഭഗവാനെ ആ സുപ്രീമസി അല്ലെങ്കിൽ പരമദിവ്യത്വം ബോധ്യപ്പെട്ടിരുന്നില്ല. ദുര്യോധനനോ ദുശാസനനോ കർണനോ ധൃതരാഷ്ട്രർക്കോ പോലും ഭഗവാനെ മനസ്സിലാക്കാനോ കാണാനോ സാധിച്ചില്ല. അപ്പോൾ ഭഗവാനെ കാണണമെങ്കിൽ ഭഗവാൻ സ്വയം വിചാരിക്കണം, അല്ലേ? ഇവൻ എന്നെ കണ്ടോട്ടെ എന്ന് വിചാരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഭഗവാൻ നമ്മുടെ ദൃഷ്ടികോണിലെ ഭഗവാനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലാണെങ്കിലും അർജുനന്റെ തേരാളിയായിട്ട് ഭഗവാൻ അവിടെ സദാസമയം ഉണ്ടെങ്കിലും വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഭഗവാനെ കാണാനായിട്ട് സാധിച്ചിരുന്നുള്ളൂ. അപ്പോൾ ഭഗവാനെ കാണണമെങ്കിൽ എങ്ങനത്തെ കണ്ണുകൾ വേണം എന്ന് ബ്രഹ്മദേവൻ നമ്മളോട് പറയുന്നുണ്ട്. പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചനേന, അല്ലെ? പ്രേമാഞ്ജനം എഴുതിയ കണ്ണുകൾക്കാണ് ഭഗവാൻ ഗോചരനാകൂ എന്ന് ബ്രഹ്മദേവൻ പറയുന്നുണ്ട്. നമ്മുടെ സാധാരണ നേത്രങ്ങൾക്ക്, അല്ലേ, അതും ബദ്ധജീവാത്മാക്കളായിട്ടുള്ള നമ്മുടെ നേത്രങ്ങൾക്ക് ഒരിക്കലും ഗോചരനാവില്ല ഭഗവാൻ. പ്രേമാഞ്ജനം എഴുതിയ കണ്ണുകൾക്ക് മാത്രമേ ഭഗവാൻ ഗോചരനാകൂ. ഇപ്പോൾ രഘുനാഥ ഗോസ്വാമിയെ കുറിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? അദ്ദേഹം 6 ഗോസ്വാമിമാരിൽ ഒരാളാണ്. അപ്പോൾ അവരൊക്കെ ഭഗവാന്റെ ലീലകളെ കുറിച്ചിട്ടും ഭഗവാന്റെ ശാസ്ത്രത്തെക്കുറിച്ചിട്ടുമൊക്കെ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള ആളുകളാണ്. പരമഭക്തന്മാരാണ് ഈ 6 ഗോസ്വാമിമാര്. അപ്പോൾ അവര് ചൈതന്യ മഹാപ്രഭുവിന്റെ നിർദ്ദേശപ്രകാരമാണ് വൃന്ദാവനത്തിൽ പോയതും ലീലാസ്ഥലികളൊക്കെ പുനരുജ്ജീവിപ്പിച്ചതുമൊക്കെ. അപ്പോൾ ഈ രഘുനാഥദാസ ഗോസ്വാമി വൃന്ദാവനത്തിലിരുന്ന് നാമം ജപിക്കുന്ന സമയത്ത് രാധാകുണ്ടിന് സമീപം ഇരുന്നിട്ട് അദ്ദേഹം നാമം ജപിക്കുകയാണ്, രഘുനാഥ ഗോസ്വാമി. അപ്പോൾ അദ്ദേഹം നാമം ജപിക്കുന്ന സമയത്ത് രാധാകുണ്ടിൽ നിന്ന് വെള്ളം കുടിക്കാനായിട്ട് 2 കടുവകൾ ഇങ്ങനെ വരികയാണ്. അപ്പോൾ രഘുനാഥ ഗോസ്വാമി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ കാണുന്നില്ല. അദ്ദേഹം നാമം ജപത്തിൽ മുഴുകിയിരിക്കുകയാണ്. പക്ഷേ ആര് കണ്ടു? ഭഗവാൻ കണ്ടു, അല്ലേ? രഘുനാഥ ഗോസ്വാമി എൻ്റെ ശിഷ്യനാണ്, അല്ലേ, എൻ്റെ ഭക്തനാണ്. അപ്പോൾ അവന് നാമജപത്തിന് ഭംഗം വന്നുകൂടാ എന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ ഓടി അദ്ദേഹത്തിന് തുണയായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് രഘുനാഥ ഗോസ്വാമിയുടെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ആചാര്യന്മാർ പറയാറുണ്ട്, ശ്രീരാമചന്ദ്ര ഭഗവാന്റെ രൂപത്തിലാണ് ഭഗവാൻ അവിടെ നിന്നതത്രേ. കാരണം അമ്പും വില്ലും ഒക്കെ വേണമല്ലോ കടുവയെ ആക്രമിക്കാനായിട്ട്. അപ്പോൾ എന്തിനും തയ്യാറായിട്ട് ഭഗവാൻ അവിടെ രഘുനാഥദാസ ഗോസ്വാമിക്ക് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് നിൽക്കുകയാണ്. രഘുനാഥദാസ ഗോസ്വാമി ഇതൊന്നും അറിയുന്നില്ല. നാമം ജപിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ ആ ഒരു എന്താ പറയുക, ആ ഒരു രസത്തിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ്. പക്ഷേ അവിടേക്ക് വന്ന സനാതന ഗോസ്വാമി ഇത് കാണുകയാണ്, അല്ലേ? ഇപ്പൊ സനാതന ഗോസ്വാമി കാണുമ്പോൾ എന്താണ്, രഘുനാഥദാസ ഗോസ്വാമി ഇരുന്ന് നാമം ജപിക്കുന്നു, ഭഗവാൻ ഇങ്ങനെ തൊട്ടുപുറകില് അമ്പും വില്ലൊക്കെ പിടിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സനാതന ഗോസ്വാമിക്ക് ദേഷ്യം വരും, അല്ലേ? കാരണം ഭഗവാനെ രഘുനാഥ ഗോസ്വാമി തൻ്റെ സേവനത്തിൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ ആരാണെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അദ്ദേഹത്തിന് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ ചോദിക്കും, അപ്പോൾ സനാതന ഗോസ്വാമിയെ കാണുമ്പോൾ, അല്ലേ, ഒരാൾ വന്നു രഘുനാഥദാസ ഗോസ്വാമിയെ പ്രൊട്ടക്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ അവിടെ നിന്ന് പുഞ്ചിരി തൂക്കിക്കൊണ്ട് സ്ഥലം വിടും. അപ്പോൾ സനാതന ഗോസ്വാമി വന്നിട്ട് ചോദിക്കും, നിനക്കൊരു ചെറിയ കുടില് പോലെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അതിലിരുന്ന് നാമം ജപിച്ചൂടെ? നീ ജപിക്കുന്ന സമയത്ത് ഇങ്ങനെ സർവവും മറന്നിരുന്നാൽ ഭഗവാനൊക്കെ നിന്റെ രക്ഷയ്ക്ക് വരികയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വഴക്ക് പറയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സനാതന ഗോസ്വാമി അവിടെ നിന്ന് പോവും. പിന്നെയും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതുപോലെ ഒരു നട്ടുച്ച നേരത്ത് രഘുനാഥദാസ് ഗോസ്വാമി ഇരുന്ന് നാമം ജപിക്കുകയാണ്. കടുത്ത വെയിലാണ്, അല്ലേ? വൃന്ദാവനത്തിലേക്ക് വേനൽക്കാലങ്ങളൊക്കെ നമുക്ക് അറിവുള്ളതാണ്. അപ്പോൾ കടുത്ത ചൂടാണ്. അപ്പോൾ ആ ചൂടിലിരുന്നിട്ട് രഘുനാഥദാസ ഗോസ്വാമി നാമം ജപിക്കുമ്പോൾ അദ്ദേഹത്തിന് സൂര്യൻ്റെ ചൂട് അസഹനീയമായിട്ട്, അദ്ദേഹത്തിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ രാധാറാണിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുകയാണ്. അപ്പോൾ രാധാറാണി ഉടനെ വന്നിട്ട് തൻ്റെ സാരിയുടെ അല്ലെങ്കിൽ ഉത്തരീയം പിടിച്ചിട്ട് ഇങ്ങനെ
ഒരു കവറി ചെയ്യണ പോലെ തലയ്ക്ക് മേലെ ഇങ്ങനെ പിടിക്കുകയാണ് രഘുനാഥദാസ ഗോസ്വാമിക്ക് വെയിൽ തട്ടാതിരിക്കാൻ. അപ്പോൾ ഇതും സനാതന ഗോസ്വാമി കണ്ടുകൊണ്ട് വരികയാണ്. അപ്പോൾ സനാതന ഗോസ്വാമിക്ക് ഒന്നും കൂടി ദേഷ്യമായി അല്ലേ. ഇപ്പോൾ രഘുനാഥദാസ ഗോസ്വാമി ഇപ്പോൾ ആദ്യം ഭഗവാനെ തൻ്റെ സേവനത്തിൽ ഏർപ്പെടുത്തി, ഇപ്പോൾ ദാ സ്വയം രാധാറാണി വന്ന് നിന്നിട്ട് തണല് കൊടുക്കുകയാണ് രഘുനാഥദാസ ഗോസ്വാമിക്ക്. അപ്പോൾ അദ്ദേഹം പറയും, നിനക്കൊരു കുടില് കെട്ടിക്കൂടെ, അതിലിരുന്നിട്ട് നാമം ജപിച്ചിട്ടുണ്ടെങ്കിൽ രാധാറാണീനെയും ഭഗവാനെയൊക്കെ നിനക്ക് ഇങ്ങനെ ശല്യപ്പെടുത്തണോ നിന്റെ സേവനത്തിന് വേണ്ടിയിട്ട് എന്നൊക്കെ ചോദിച്ചിട്ട് വഴക്ക് പറയും. അങ്ങനെ അതിനുശേഷം രഘുനാഥദാസ ഗോസ്വാമി ഒരു ചെറിയ കുടിലുണ്ടാക്കിയിട്ട്, ഒരു ഭജൻ കുടീർ അല്ലേ, അതുണ്ടാക്കിയിട്ട് അവളിരുന്ന് നാമം ജപിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ശുദ്ധ ഭക്തന്മാർക്ക് എപ്പോഴും ഭഗവാനെ കാണാൻ സാധിക്കും അല്ലേ. അവർക്ക് എപ്പോഴും ഭഗവാൻ ഗോചരനാണ്. അപ്പോൾ അവരുടെ സേവനത്തിൽ, ശുദ്ധഭക്തന്മാരുടെ സേവനത്തിൽ ഭഗവാൻ എപ്പോഴും ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ആചാര്യന്മാർ പറയുന്നത് ഭഗവാൻ മുക്തി കൊടുത്താലും ഭക്തി കൊടുക്കില്ല എന്ന് പറയുന്നത് അല്ലേ. കാരണം ഭക്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ ആ ഭക്തന്റെ അടിമയായിട്ട് മാറുകയാണ്. നമുക്കറിയാം പൂന്താനം തിരുമേനിയുടെ വീട്ടില്, അതുപോലെ കുറൂരമ്മയുടെ ഇല്ലത്തൊക്കെ ഭഗവാൻ ഓടിക്കളിച്ചിരുന്നതും സേവനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതൊക്കെ നമുക്ക് അറിവുള്ളതാണ്. അതുപോലെ വില്ലുമംഗല ഠാക്കൂറിന്. അപ്പം അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ശുദ്ധഭക്തന്മാര് എന്നും ഭഗവാനെ കണ്ടുകൊണ്ടിരുന്ന ആളുകളാണ്. പ്രഹ്ലാദ മഹാരാജാവ്, പാണ്ഡവര്, അംബരീഷ മഹാരാജാവ്, അങ്ങനെ ഓരോരുത്തരും ഭഗവാനെ നേരിൽ കണ്ടുകൊണ്ട് ഇരുന്ന ആളുകളാണ്.